ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു അടുപ്പിൽ വെച്ച് വിറകടുപ്പ് വെച്ചിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ലൊരു ചിക്കൻ കറി വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഓയിലിംഗ് മെത്തേഡ് കുടി നൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ മെത്തേഡും കൂടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയാണ്. ഞാനപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേ ഇതുപോലെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതാണ്. ബ്രോയിലർ ചിക്കനൊക്കെ അല്ലേ നമ്മൾ മേടിക്കുന്നത്, അപ്പം അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിവിടെ നമുക്ക് വഴട്ടാനായിട്ട് സവാള 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയും അതുപോലെ തന്നെ കറിവേപ്പില ഒരു 3 തണ്ടോളം എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി കുറച്ച് ആവശ്യമാണ്. പിന്നെ നമുക്ക് പച്ചമുളക് വേണം, ഇഞ്ചി വേണം, പിന്നെ വേണ്ടത് നമുക്കൊരു ഇത്രോളത്തോളം വെളുത്തുള്ളിയും കൂടി വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം. ഞാൻ ആ സമയം എന്നിട്ട് അതിന് ശേഷം ഞാൻ ഈ ചിക്കന് കഴുകി എടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം ഊർന്നു പോകാൻ വേണ്ടി വെച്ചതാണ്. എന്നിട്ട് ഇതിൻ്റെ വെള്ളം പോകുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഒരു നമ്മുടെ ആ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി വൃത്തിയാക്കിയതിന് ശേഷം വെളുത്തുള്ളിയും കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് തൈര്, 1 സ്പൂൺ തൈരും കൂടി ഒഴിക്കാവുന്നതാണ്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം തൈര് ഇവിടെ ആഡ് ചെയ്യുന്ന ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല. അപ്പം തൈര് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തൈരും കൂടെ ആഡ് ചെയ്യാം. ചിക്കൻ കറിക്കകത്ത് തൈരും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഇത്രയും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തൊരു കറിക്കാണെങ്കിലും കറിവേപ്പിലയും കൂടെ അരച്ച് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചട്ടി ചൂടാക്കി അടുപ്പിലാണ് വെക്കുന്നത്. അപ്പം ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും കൂടി വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അടുപ്പിലാണ് നമ്മൾ സാധാരണ ചിക്കൻ ആണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒക്കെ മേടിച്ചാൽ വിറകടുപ്പിലാണ് വെക്കുന്നത്. വിറകടുപ്പിൽ വെക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ ഒരിക്കലും ഗ്യാസിൽ വെച്ചാലോ ഇൻഡക്ഷനിൽ വെച്ചാലോ കിട്ടില്ല കേട്ടോ. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വിറകടുപ്പിൽ വെക്കുന്നതാണോ ഇഷ്ടം അതോ ഗ്യാസിൽ വെക്കുന്നതാണോ എന്നൊന്ന് പറയുക. അപ്പം നമുക്ക് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാനൊരു നുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാള വഴലാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തിന് ഞാൻ ഒരു ചെറിയ പാത്രത്തിന് തേങ്ങാക്കൊത്ത്, നമുക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് വഴണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോഴേക്കാണ് ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ചിക്കൻ വെക്കാമെന്ന് പറഞ്ഞപ്പം എനിക്ക് തോന്നി നിങ്ങളുമായിട്ട് എൻ്റെ ആ ഒരു ചിക്കൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിവിടെ ഇപ്പം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അതും കൂടെ ഒന്ന് വഴലാൻ, എൻ്റെ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടി അതും കൂടെ ഒന്ന് വഴലാൻ വേണ്ടി വെച്ചേക്കണം. വിറകടുപ്പിൽ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ പുക പറക്കുന്നത്. അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം. നമ്മൾ എന്തായാലും മീനായാലും എല്ലാം വിറകടുപ്പിലാണ് വെക്കുന്നത്. എനിക്ക് വിറകടുപ്പിൽ വെക്കുന്ന കറികളാണ് കൂടുതൽ ഇഷ്ടം. ഗ്യാസിലൊന്നും ഇങ്ങനെയൊന്നും ഞാൻ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവും കൂടെ, ഇതിപ്പം 3 കിലോ ചിക്കനുണ്ട്, അതനുസരിച്ച് ഇവിടെ തന്നെ മേടിച്ച് നമ്മൾ പൊടിപ്പിക്കുന്ന മുളക് പൊടിയാണ്. അതിന് ഇച്ചിരി എരിവ് കൂടുതലാണ്. അപ്പോൾ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഈ സവോളയിലേക്കെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഞാനൊരു 1.5-2 തവയോളം നമ്മുടെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സവാളയുമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ 2 കൂട്ടവും കൂടെ നമ്മുടെ ഈ സവാളയിൽ കിടന്ന് വഴണ്ട് അതിൻ്റെ ഒരു പച്ചമണം മാറണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ എന്നിട്ട് ഈ സവാള ഒന്ന് മാറ്റിയിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്.
അതാകുമ്പോൾ നമുക്ക് മസാല പെട്ടെന്ന് തന്നെ ചിക്കനിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലാണ് ഞാൻ മൊബൈൽ പിടിച്ചിരിക്കുന്നത്. നമുക്ക് എടുത്തുതരാൻ ചേട്ടനോ ഇവിടെ ഇല്ല. നമ്മുടെ ഹോം സ്റ്റേയുടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്ട് ചേട്ടനും ഇല്ല. അപ്പം കയ്യിലായതുകൊണ്ട് തന്നെ എനിക്ക് ഇളക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. ഇങ്ങനെ എന്നാലും ഞാൻ ഒരുവിധം ഒപ്പിച്ചു. അതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചിട്ടില്ലേ, ആ മിക്സിയിൽ അരച്ചതിൻ്റെ മിക്സിയിൽ ബാക്കി ഇരുന്നതെല്ലാം കൂടെ ഞാൻ കഴുകി എടുത്തിട്ട് ആ വെള്ളം ചേർത്ത് കൊടുക്കും. അതിന് ശേഷം ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തീയിട്ട് കൊടുക്കുക. ഇത്രയും നേരം ഒത്തിരി തീയിട്ടില്ല കേട്ടോ, അതാണ് ആ പുകയും കൂടെ വന്നത്. നന്നായിട്ട് തീയിട്ട് കൊടുക്കുക. വഴലാൻ വേണ്ടി നമുക്ക് ഒത്തിരി വിറകടുപ്പിൽ ഒത്തിരി വിറക് വെച്ച് കത്തിക്കേണ്ട, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ തീ കുറച്ചിടുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് എന്താക്കിയാൽ മതി, വഴറ്റിയെടുക്കാം. പിന്നെ ഇറച്ചിയും വെള്ളവും എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് തീയിട്ടിട്ട് അളവിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവാൻ വെക്കുക. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇത് റെഡി ആയി കഴിഞ്ഞു. അത് നന്നായിട്ട് വെന്ത് വറ്റി കണ്ടില്ലേ, നമ്മുടെ എണ്ണയൊക്കെ പുറത്ത് വന്ന് ഇതിന് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പം ചിക്കൻ കറിയൊക്കെ വെച്ചു, അതൊക്കെ മാറ്റി കഴിച്ചു. ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓയിൽ മസാജാണ്. അപ്പം ട്രാവലിങ്ങുമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് പോലെ ഹെയർ പാക്കുകളും കാര്യങ്ങളും കയ്യിൽ കൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പം ഓയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് മുടി എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ ഒരു 3 ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂണോളം കാസ്റ്റർ ഓയിൽ. നമ്മുടെ അളവിനെടുക്കുക കേട്ടോ, ഞാൻ അളവ് പറയുന്നില്ല. ആൽമണ്ട് ഓയിലും കാസ്റ്റർ ഓയിലും എടുക്കുക. പിന്നെ നമ്മൾ ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെടുക്കാം. കോക്കനട്ട് ഓയിലാണെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം, കാച്ചിയ എണ്ണയാണെങ്കിൽ കാച്ചിയ എണ്ണ എടുക്കാം. അതും കൂടെ എടുത്തതിന് ശേഷം മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊരു ഹെഡ് മസാജ് അല്ലെങ്കിൽ സ്കാൽപ്പ് മസാജാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ നിങ്ങൾക്ക് ഷാമ്പു ഇട്ടിട്ട് കഴുകി കളയാവുന്നതാണ്. അപ്പം ഈ ഒരു ഓയിലിംഗ് മെത്തേഡ് നിങ്ങൾ ഹെയർ പാക്കുകളും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊടിയിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തെങ്ങും കാണാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഹെയറിനെ ഗ്രോത്തിനെ കൂട്ടാനായിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു പായ്ക്കെന്നോ അല്ലെങ്കിൽ ഒരു ടിപ്പെന്നോ വേണമെങ്കിൽ പറയാം. ഇനി നമുക്കിത് സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇത് നല്ലതായിട്ട് സ്കാൽപ്പിൽ ഒരു 10 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റിൽ സ്കാൽപ്പിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് മസാജ് കൊടുക്കുക, ഇല്ലെങ്കിൽ മസാജ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ എങ്ങനെയാണോ അതുപോലെ ചെയ്യുക കേട്ടോ. എൻ്റെ അടുത്ത് നിന്നൊരു കുറുമ്പി കാണിക്കുന്നത്. ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നാലും അവൾ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഓടി വരും എൻ്റെ കൂടെ ഇങ്ങനെ കയറി നിൽക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പം ഇത് ഹെയർ ഗ്രോത്ത് കൂട്ടാനും മുടി കൊഴിച്ചിലുള്ളവർക്കും താരനുള്ളവർക്കൊക്കെ ഈ ഒരു ടിപ്പ് നല്ലതാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.